Hello dear friends, welcome to RJ's physics classes. Ray optics. ഒപ്റ്റിക്സിൻ്റെ സുന്ദരമായ ലോകം. ആ ലോകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. റിഫ്ലക്ഷൻ്റെ സുന്ദരമായ ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു, അല്ലെങ്കിൽ അതിമനോഹരമായ ഗാർഡനിലൂടെ നമ്മളുടെ AC വോൾവോ ബസ് സഞ്ചരിച്ചു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് റിഫ്രാക്ഷൻ്റെ അതിസുന്ദരമായ ലോകത്താണ്. റിഫ്രാക്ഷൻ, bending of light when light traveling from one transparent medium to another. അതിനെ നമ്മൾ വിളിച്ച പേരാണ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ കാണിക്കാനുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്ഷൻ കാണിക്കാനുള്ള നമ്പറിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മീഡിയത്തിലെത്തുമ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി എത്ര ടൈംസ് റെഡ്യൂസ് ചെയ്യും എന്ന് കാണിക്കാനുള്ള നമ്പറാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അപ്പം തന്നെ ഉറപ്പിച്ചോളുക, ഓക്കെ, ലൈറ്റ് ഗ്ലാസ്സിലൂടെ സഞ്ചരിച്ചാൽ 3 × 10⁸/1.5 ആയിരിക്കും. ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് y ആണെങ്കിൽ വെലോസിറ്റി ഇൻ ദാറ്റ് മീഡിയം വിൽ ബി c/y. If refractive index of a medium is y, then velocity in that medium, velocity of light in that medium will be c/y. Velocity of light in air divided by refractive index. That is velocity of light in that medium. Okay, refractive index ന് നമ്മൾ ഇക്വേഷൻസ് എഴുതി, അതിൻ്റെ ഐഡിയ നമ്മൾ ഷെയർ ചെയ്തു. n2/n1 equal to v1/v2 equal to λ1/λ2. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ. ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടല്ലേ ഇരിക്കണേ? എഴുതാൻ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ റെഡി ആയിട്ടാവും നിങ്ങൾ ഇരിക്കണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യാ സർ, വി ആർ റെഡി. ഓക്കെ, I am also ready, no problem. n2/n1 equal to v1/v2 equal to λ1/λ2. That's our equation. വേവ് ലെങ്ത്തും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണക്ട് ചെയ്യണ ഇക്വേഷൻ ആണ് ന്യൂട്ടൺസ് കോഷീസ് ഫോർമുല. ഇറ്റ് ഈസ് n equal to a plus b/λ² plus c/λ⁴. എ ബി എന്നൊക്കെ പറയുന്നത് കോഷീസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഹയർ പവേഴ്സിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് n ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു λ². ദിസ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് വേവ് ലെങ്ത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്ത്തും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് n ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു λ². ഓക്കെ, അപ്പോൾ എനിക്കൊരു സംശയം. Which color in the visible spectrum has maximum refractive index while passing through glass or while passing through a medium? ഒരു മീഡിയത്തിലൂടെ വിബ്ഗ്യോർ എന്ന് പറഞ്ഞ വിസിബിൾ സ്പെക്ട്രം മൂവ് ചെയ്യുമ്പോൾ which color will have more refractive index and which color will have minimum refractive index? Very simple, വിബ്ഗ്യോർ. violet, indigo, blue, green, yellow, orange, red. ഇതിൽ ആർക്കാണ് ഏറ്റവും വലിയ വേവ് ലെങ്ത് ഉള്ളത്? നോ ഡൗട്ട് അറ്റ് ഓൾ റെഡിന്. ആർക്കാ ഏറ്റവും ചെറിയ വേവ് ലെങ്ത്? വയലറ്റിന്. ഫ്രീക്വൻസിൻ്റെ ഭാഷയാണെങ്കിൽ നേരെ തിരിച്ച് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, സോ വയലറ്റ് ഹാസ് മിനിമം വേവ് ലെങ്ത് ആൻഡ് റെഡ് ഹാസ് മാക്സിമം വേവ് ലെങ്ത്. Refractive index is inversely proportional to λ². So which color will have more refractive index? No doubt at all, NV is very much greater than NR, or NV is greater than NR. Okay, refractive index of violet is greater than refractive index of red. Got it? സംശയങ്ങളൊന്നുമില്ലല്ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ്.
ഐഡിയ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ which color in the visible spectrum has maximum velocity while passing through a medium? ഒരു മീഡിയത്തിലൂടെ വിസിബിൾ ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഏത് കളറിനായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക? We have the relation n equal to c by v or v equal to c by n. മനസ്സിലായി സർ? ഏത് മീഡിയത്തിൽ അല്ലെങ്കിൽ ഏത് കളറിനാണോ ഏറ്റവും ചെറിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനായിരിക്കും മാക്സിമം വെലോസിറ്റി. കാരണം n വന്നത് ഡിനോമിനേറ്ററിലാണ്. നമുക്കറിയാം റെഡ് ഹാസ് മിനിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സോ ഇറ്റ് ഹാസ് മാക്സിമം വെലോസിറ്റി. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് വയലറ്റ്. While passing through air, which color has maximum velocity and which color has minimum velocity? എയറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് കളറിനായിരിക്കും മാക്സിമം വെലോസിറ്റി, ഏത് കളറിനായിരിക്കും മിനിമം വെലോസിറ്റി? എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ് ഈസ് 1. 1 ആണ് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്കിൽ v equal to c by 1. What's the velocity? Equal to c. While passing through air, every color or each color will have same velocity, that is velocity of light. അങ്ങനെയല്ലേ പഠിച്ചെന്നെ? ഫ്രീ സ്പേസിലൂടെ വൈറ്റ് ലൈറ്റ് ഓർ വിസിബിൾ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ കളറിൻ്റെയും വെലോസിറ്റി എത്രയാണ്? 3 into 10 raised to 8 ആണ്. സെയിം ഫോർ ഓൾ കളേഴ്സ്. While passing through a medium, refractive index of violet is greater than refractive index of red. While passing through a medium, refractive index of violet is greater than refractive index of red, and along with that, velocity of red is greater than velocity of violet. Velocity of red is greater than velocity of violet. Got it? Okay, fine. So we know refractive index. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെയാണ്. Now the next one is Snell's law or law of refraction. Snell's law or law of refraction. There are 2 points in Snell's law. First one, incident ray, refracted ray and normal lie on the same plane. Incident ray, refracted ray and normal lie on the same plane. Incident rayയും refracted rayയും നോർമലും ഒരേ പ്ലെയിനിലാണ്. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഒരു റേ പാസ് ചെയ്യണം. അതിവിടെ എത്തിയിട്ട് ഇങ്ങനെ പോകണം. നമുക്കറിയാം ഇത് റയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം, ദ റേ വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. ഓക്കെ, ശരിക്കും ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്, ഇപ്പം ലൈറ്റ് പോണത് ഇങ്ങനെ. സോ ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മീഡിയം ഈസ് n1 ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മീഡിയം ഈസ് n2. ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. ഓക്കെ, ദെൻ സ്നെൽസ് ലോ പറയണത് ഫസ്റ്റ് വൺ, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. സെക്കൻഡ് വൺ, sin I by sin R is equal to a constant. That is actually Snell's law. Sin I by sin R equal to a constant. That constant is called refractive index of the medium. Sin I by sin R equal to a constant. That constant is called refractive index of the medium. Okay, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ sin I by sin R equal to എങ്ങോട്ട് പോണു ബൈ എവിടുന്ന് വരുന്നു. That is Snell's law. Sin I by sin R equal to എങ്ങോട്ട് പോണു ബൈ എവിടുന്ന് വരുന്നു. വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. Sin I by sin R equal to refractive index of the medium to where light is going by refractive index of the medium from where light is coming. നല്ലത് നമ്മൾ തന്നെയാണ്. എങ്ങോട്ട് പോണു ബൈ എവിടുന്ന് വരുന്നു.
Sin I by sin R equal to എങ്ങോട്ടാണോ പോണത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ എവിടുന്നാണോ വരുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Sin I by sin R equal to എങ്ങോട്ട് പോണോ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ എവിടുന്ന് വരുന്നോ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോണത്. Sin I by sin R equal to എങ്ങോട്ട് പോണോ N2വിലേക്ക് എവിടുന്ന് വരുന്നോ N1ൽ നിന്ന്. സ്വാഭാവികമായിട്ടും Sin I by sin R equal to N2 by N1. ഈ ഫിഗറിൽ N2വിൽ നിന്ന് N1ലേക്കാണ് ലൈറ്റ് പാസ് ചെയ്തിരുന്നതെങ്കിൽ നോ ഡൗട്ട് അറ്റ് ഓൾ Sin I by sin R equal to N1 by N2 എന്ന് വരും. Sin I by sin R is equal to N1 divided by N2 എന്ന് വരും. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പറഞ്ഞതിന് ഈസി ആണെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ സ്നെൽസ് ലോ പറയണത് ഇങ്ങനെയാണ്. Sin I by sin R is equal to N2 divided by N1. സംശയമില്ലല്ലോ, സ്നെൽസ് ലോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ. Sin I by sin R is equal to N2 divided by N1 ഓർ എങ്ങോട്ട് പോണു ഡിവൈഡഡ് ബൈ എവിടുന്ന് വരുന്നു. ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. ആൻഡ് വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, wavelength of a particular color in a medium is 4800 angstrom. Wavelength of a particular color in air is 4800 angstrom. It is passing through a medium having refractive index 3/2. What should be the wavelength in that medium? What should be the wavelength in that medium? Question clear ആയില്ലേ? എയറിലൂടെ ഒരു പെർട്ടിക്കുലർ കളറിൻ്റെ വേവ് ലെങ്ത് എയറിലൂടെ പാസ് ചെയ്യുമ്പോൾ 4800 ആങ്സ്ട്രോം ആണ്. What should be the wavelength when it is passing through a medium having refractive index 3/2? Means it's passing through glass. നമുക്കറിയാം ഈ ഇക്വേഷൻ N2 by N1 is equal to lambda 1 by lambda 2. N2 എന്ന് പറഞ്ഞാൽ Ng 3/2 by N1 is 1. That is equal to lambda 2. നമുക്കറിയില്ലല്ലോ, സോറി, lambda 1 നമുക്കറിയാം. It is 4800 angstrom divided by lambda 1. So what should be lambda 1 or lambda m? Lambda m is equal to എന്ത് വരും? ഈ lambda m ഇങ്ങോട്ട് പോവും, ഇത് നേരെ താഴേക്ക് പോവും എന്ന് പറഞ്ഞാൽ 4800 angstrom by 3/2. ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ വരിക, ബൈ 3/2. അപ്പോൾ ഇങ്ങനെ വരും. ഇത് വെട്ടുമ്പോൾ 1600 angstrom into 2, that is 3200 angstrom. This is the required answer. So wavelength in that medium will be 3200 angstrom. Logic clear ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ. A medium is here. Its refractive index is √3. Refractive index of this medium is √3 and refractive index of air is 1. A light hitting on this surface at an angle 60 degree. Find the angle of refraction. Find the angle of refraction. Okay, so light ray incident at an angle 60 degree to a medium having refractive index √3. Find angle of refraction. Light ray incidenting at an angle 60 degree to a medium having refractive index √3. Find angle of refraction. It's a very simple question. We know N1 sin I equal to N2 sin R. ഇത് എവിടുന്ന സർ കിട്ടിയേ?
സ്നെൽസ് ലോൻ്റെ ഇക്വേഷൻ ആലോചിച്ചോളൂ. ഇങ്ങനല്ലേ നമ്മൾ സ്നെൽസ് ലോ പഠിച്ചേ? ഇത് ആർ, ഇത് ഐ, ഇത് n1, ഇത് n2. നമ്മൾ ഇക്വേഷൻ എന്താ? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എങ്ങോട്ട് പോണു ബൈ എവിടുന്ന് വരണു? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. n1 സൈൻ ഐ ഈക്വൽ ടു n2 സൈൻ ആർ. അത് പറയാനൊരു സുഖമൊക്കെ ഉണ്ടാവും. n1 സൈൻ ഐ ഈക്വൽ ടു n2 സൈൻ ആർ. ശരിയല്ലേ? ഇനി n1 1 ഇൻറ്റു സൈൻ ആർ സൈൻ 60 ഈക്വൽ ടു n2 റൂട്ട് 3 ഇൻറ്റു സൈൻ ആർ. സൈൻ 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് 3/2 ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു സൈൻ ആർ. റൂട്ട് 3 കട്ട് ചെയ്ത് പോവും. സൈൻ ആർ ഈക്വൽ ടു 1/2. സോ ആർ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ ആർ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ. സോ എ ലൈറ്റ് റേ ഇൻസിഡൻറ്റിംഗ് അറ്റ് ആൻ ആംഗിൾ 60 degree to a medium having refractive index root 3. Find angle of refraction. n1 sin I equal to n2 sin R. Okay, so n1 is 1 sin I sin 60 equal to n2 sin R. Okay, so sin 60 is root 3/2 and refractive index is root 3. Root 3 will get cancelled. Sin R is equal to half. R is equal to 30 degree. Question clear alle? And we can move to next question. A medium is here. Okay, then light ray incidenting at this point and it refracts like this, then it emerge. Okay, so again there is another normal. If this angle is I and this angle is E, okay, this medium having refractive index n and this medium having refractive index 1. Question എന്താണെന്ന് ചോദിച്ചാൽ, if this angle is I, what about this angle? If this angle is I, what about this angle? Okay, if I is the angle of incidence, then what is the angle of emergence? Okay, if I is the angle of incidence and what is the angle of emergence? അതിലേക്ക് പോണതിൻ്റെ മുന്നേ ഇവിടെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്താം. ആ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ? ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഉൾപ്പെടുത്താം, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ റേ ശരിക്കും ഇങ്ങനല്ലേ പോരേണ്ടിയിരുന്നത്? ഇങ്ങനെ പോന്നിരുന്നെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രി വരുമായിരുന്നില്ലേ? ഉറപ്പല്ലേ? കാരണം ഇത് 60 ആണെങ്കിൽ ഇത് 60 ആണ്. ഇപ്പോൾ ഈ റേ പാസ് ചെയ്യണത് 30 ഡിഗ്രിയിലാണ്. സോ ഡീവിയേഷൻ വിൽ ബി 30 ഡിഗ്രി. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഈ ലൈറ്റ് റേ 60 ഡിഗ്രിയിൽ വന്നാൽ എത്ര ഡിഗ്രി ഇത് ഡീവിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ആൻസർ എത്രയാണ് നമ്മൾ പറയുക? 60 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്യുക? 30 ഡിഗ്രി കുറയ്ക്കുക. അപ്പം നമുക്ക് ആൻസർ കിട്ടുക 30 ഡിഗ്രി എന്നാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം. ഓക്കെ, ഈ ഏരിയ വന്നപ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ആൻഡ് വി ക്യാൻ കം ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. എ മീഡിയം ഇസ് ഹിയർ ഹാവിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n. Let I be the angle of incidence, then what will be angle of emergence? That is simple. We can take this angle as R. If this angle is R, what should be this angle? No doubt R itself. Okay, we can apply Snell's law on this surface. We can take this as A. Okay, and this surface as B. Then for the surface A, what should be the equation? എ എന്ന് പറഞ്ഞ സർഫസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഇക്വേഷൻ വരിക? സൈൻ ഐ ഓർ 1 ഇൻറ്റു സൈൻ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു സൈൻ ആർ അല്ലേ? 1 ഇൻറ്റു സൈൻ ഐ ഈക്വൽ ടു n ഇൻറ്റു സൈൻ ആർ. സ്നെൽസ് ലോൻ്റെ സിമ്പിൾ ഫോം.
1 into sin I equal to n into sin r. That is our first equation. In the case of B, what should be the equation? B എന്നുള്ള കേസിൽ this is the angle of incidence and this is the angle of refraction. So equation എന്താ വരിക? n sin r. Refractive index into the angle here, n sin r equal to 1 sin E. n sin r is equal to 1 sin E. Here again the medium is air, so the refractive index is 1. So n sin r equal to 1 sin E. Then observe these two equations. 1 sin I equal to n sin r, n sin r equal to 1 sin E. എന്ന് പറഞ്ഞാൽ ഈ n sin r ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 sin E കൊടുക്കാം. So 1 sin I equal to 1 sin E. We will get the answer I equal to E. Angle of incidence is equal to angle of emergence. Okay, ഇതിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ വിളിക്കാറുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. ഈ ആംഗിളിൽ ഇങ്ങനെ വന്നിടിച്ചു, ഇങ്ങനെ പോയി, ഇങ്ങനെ പോവുകയാണെങ്കിൽ സെയിം ആംഗിളിൽ തിരിച്ചു വന്നാൽ ഇത് ഇതേ പാത്തിലൂടെ റീട്രേസ് ചെയ്ത് പോകും. അതിനെ നമ്മൾ വിളിക്കണ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? സോ ഇഫ് യു ആർ റീട്രേസിങ്, okay, if you are retracing, the ray will pass through the same path എന്നാണ്. നേരെ തിരിച്ചാണ് പാസ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് വന്ന അതേ പാത്തിലൂടെ എന്ത് ചെയ്യും? അത് തിരിച്ചു പോകും. അതിനെ നമ്മൾ വിളിക്കണ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. ഓക്കെ, സോ സ്നെൽസ് ലോ എന്നുള്ള പാർട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത വീഡിയോയ്ക്കായിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ, ഒരു ബേർഡ്, ഓക്കെ, നമുക്കറിയാം കിങ് ഫിഷർ, ഒരു ബേർഡ് ഒരു കുളത്തിലെ ഫിഷിനെ കാണുകയാണ്. കുളത്തിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ നീന്തിക്കൊണ്ടിരിക്കണ മീനിനെ കാണുകയാണ്. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ബേർഡ് നമുക്ക് ഒഴിവാക്കാം, കാരണം ദൈവം കൊടുത്ത സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. നമ്മൾ പുറത്തേക്കണം. ഓക്കെ, അവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലത്തെ ഫിഷിനെ ഒബ്സർവ് ചെയ്യാണ്. ആ ഫിഷ് നിൽക്കണ പൊസിഷൻ അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ ആവുമോ, കുറച്ച് പൊങ്ങിയിട്ടാവോ കാണുക, അതോ കുറച്ച് താഴെ ഇരിക്കുമോ കാണുക? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒരു കുളത്തിലെ ഫിഷിനെ പുറത്തുള്ള ബേർഡ് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ബേർഡിന് ഫിഷിൻ്റെ പൊസിഷൻ ഫീൽ ചെയ്യുക അതേ സ്ഥലത്ത് തന്നെയാണോ, കുറച്ച് മുകളിലാണോ, അതോ കുറച്ച് താഴെയാണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആവുമല്ലോ? കൺഫ്യൂഷൻ ഒന്നും കൂടിയും കൂട്ടാം. എങ്ങനെ? വെള്ളത്തിൻ്റെ ഉള്ള ഫിഷ് പുറത്തെ ബേർഡിനെ ഒബ്സർവ് ചെയ്യാണ്. ആ ബേർഡിൻ്റെ പൊസിഷൻ ആ ഫിഷിന് എങ്ങനെയായിരിക്കും തോന്നുക? ബേർഡ് നിൽക്കണ അതേ സ്ഥലത്താണോ, കുറച്ചും കൂടിയും ഉയരത്തിലാണോ, അതോ കുറച്ചും കൂടിയും താഴെയാണോ? ഓക്കെ, ഈ ചോദ്യങ്ങളുടെ ആൻസറുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും. ഇൻ ദ ടൈം റിയൽ ഡെപ്ത്, അപ്പാരന്റ് ഡെപ്ത്, വെർട്ടിക്കൽ ഷിഫ്റ്റ്, ഈ ക്വാണ്ടിറ്റിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, അതുവരേക്കും ബൈ. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.